ആദ്യം ലൈക്ക് ചെയ്തേ, എന്നിട്ട് സ്റ്റോറി കേട്ടാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോവും. അവൾ അവനെ ചുഴിഞ്ഞു നോക്കി. ഇനി ഇതും അഭിനയം വല്ലതുമാണോ? ഏയ്, അങ്ങനെയാകാൻ വഴിയില്ല. എന്നിട്ടും അവൾ കാപ്പി ടേബിളിലേക്ക് വെച്ചുകൊണ്ട് മെല്ലെ അവനെ ഒന്ന് തൊട്ടു നോക്കി. അയ്യോ, പൊള്ളുന്ന ചൂടാണല്ലോ. ഈശോയെ, ഇതാണോ വല്യപ്പച്ചൻ പറഞ്ഞത് കുഴപ്പമില്ലെന്ന്? ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നത് തന്നെയാ നല്ലത്. അവൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടതും അവൾക്ക് നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി. ഒരു നിമിഷം അവനെ സംശയിച്ചു പോയതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. അവനൊന്ന് ഞരങ്ങിയതും അവൾ പെട്ടെന്ന് ബോധോദയം വന്നതുപോലെ ചുക്ക് കാപ്പി കയ്യിലേക്കെടുത്തു. പിന്നെ എന്തോ ആലോചിച്ച് അത് തിരിച്ചു വച്ചു. നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ നേരെ കിടത്തി. തലയണ വെച്ച് അവൻ്റെ തല അല്പം ഉയർത്തി വെച്ചു കൊടുത്തു. പിന്നെ കാപ്പിയെടുത്ത് സ്പൂൺ കൊണ്ട് കോരി അല്പമല്പമായി അവൻ്റെ ചുണ്ടിൽ ചേർത്തു കൊടുത്തു. അവൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ അവളിൽ വേദന ഉണർത്തി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അവന് കാപ്പി കോരിക്കൊടുത്തു. അവൻ കണ്ണുകൾ തുറക്കാത്തത് അവളെ ഭയപ്പെടുത്തി. കാപ്പി കഴിഞ്ഞതും അവനെ നേരെ കിടത്തി അവൾ അവൻ്റെ നെറ്റിയിലെ തുണി നനച്ചു കൊടുത്തു. അവൻ്റെ കിടപ്പ് നോക്കി അരികെ അങ്ങനെ ഇരിക്കുമ്പോൾ പഴയ ഓർമ്മകൾ അവളെ വന്ന് പൊതിഞ്ഞു. ആർത്തിരമ്പുന്ന കടലിലേക്ക് നോക്കിയിരിക്കുന്ന അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് ഇഷാൻ വിളിച്ചു. ജാനു, നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? ഇച്ച, നമ്മളിങ്ങനെ തന്നെ മരണം വരെ ഒന്നിച്ചുണ്ടാകണമെന്നാ എനിക്ക്. അപ്പോ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല അല്ലേടി? ഇല്ല, അങ്ങനെ ഒരുദ്ദേശവും എനിക്കില്ല. ഈ ജന്മം മാത്രമല്ല, ഇനി ഏതൊക്കെ രീതിയിൽ ജന്മം എടുത്താലും എൻ്റെ പാതിയായിട്ട് എൻ്റെ ഇച്ഛനെ തന്നെ തരണേ എന്നാ എൻ്റെ പ്രാർത്ഥന. കർത്താവേ, നീ ഒരു ജന്മം മാത്രമേ കുരിശു ചുവന്നുള്ളൂ. എനിക്ക് ആജീവനാന്തം നീ കുരിശ് കൽപ്പിച്ചോ? ഇച്ഛ, അവൾ മുഖമേറ്റി. അതുകണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ഇപ്പൊ ഇത്തിരി കൂടുന്നുണ്ട്. അവൾ അവൻ്റെ കവളിൽ പിച്ചി. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ജാനു. നിന്റെ ആഗ്രഹം എന്താണോ അത് തന്നെയാ എൻ്റെ മനസ്സിലും. എനിക്കെന്നും കൂട്ടായി നീ മാത്രം മതി പെണ്ണേ. അവളുടെ മുഖം വിടർന്നു. അവൻ ഒന്ന് ചരിഞ്ഞു. അവളുടെ വയറ്റിൽ മുഖം അമർത്തി. ഇക്കിളിയായതുപോലെ അവളൊന്ന് പിടഞ്ഞു. അതേച്ച, അവിടുന്ന് മുഖം ഒന്ന് മാറ്റോ? വിറയലോടെ അവൾ ചോദിച്ചു. എന്തിനാ ജാനു? എനിക്കിവിടെ വലിയ ഇഷ്ടാ. നീ എന്നെ നേരെ ചൊവ്വയൊന്ന് കാണിക്കില്ലല്ലോ. ഇങ്ങനെയെങ്കിലും ഞാൻ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് അറിഞ്ഞോട്ടെ. അവൻ പൊടുന്നനെ മുഖം അമർത്തി ഉമ്മ വെച്ചതും അവൾ വിറച്ചുപോയി. ഇഷാൻ ഒന്ന് ഞരങ്ങിയതും അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നു. അവൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നത് കണ്ട് അവൾ വെപ്രാളത്തോടെ അവനെ തട്ടി. ഇച്ച, ഇച്ച. ജാനു. അവൻ്റെ ചുണ്ടിൽ നിന്നും അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വേഗം താഴേക്ക് നീങ്ങിയിരുന്നു. അവൻ്റെ കാലെടുത്ത് മടിയിൽ വെച്ച് കാൽവെള്ളയിൽ അമർത്തി തടവാൻ തുടങ്ങി. അവൻ്റെ കാലുകൾ ഐസ് പോലെ തണുത്തിരുന്നു. ഇച്ച, എന്തിനാ ഇച്ച മഴയത്ത് നനഞ്ഞത്? അതുകൊണ്ടല്ലേ ഇപ്പോ? ഇച്ചൻ ഓർമ്മയില്ലേ അന്ന് നമ്മൾ ബുള്ളറ്റിൽ പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തത്? അന്ന് ഒരു രസത്തിന് നമ്മൾ നനഞ്ഞു. എന്നിട്ടോ പിറ്റേന്ന് ഇച്ചനെ ഞാനും തുമ്മി തുമ്മി നടന്നു. ഇച്ചൻ്റെ പനി കടുത്തു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴല്ലേ
പനി വിട്ടത്. അതറിഞ്ഞിട്ടും എന്തിനാ നനഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ ഡ്രസ്സൊക്കെ ഞാനെടുത്തോളാന്ന്. കേട്ടില്ലല്ലോ. ഓരോന്ന് പറഞ്ഞ് കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ അവൻ്റെ കാലുകൾ മാറി മാറി തിരുമ്മി. ഒന്ന് ഓക്കെയായെന്ന് തോന്നിയതും അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങി. അവൻ്റെ നെറ്റിയിൽ വീണ് കിടന്ന മുടിയിഴ മാടിയൊതുക്കി. ഉറങ്ങിക്കിടക്കുമ്പോൾ എന്ത് പാവോ എൻ്റെ ഇച്ഛൻ. പക്ഷേ സ്വഭാവം ഓർത്താ എൻ്റെ ഈശോയെ, ഈ കിടക്കുന്ന മുതലിനെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? അടിച്ച് ചികിടം പൊട്ടിക്കാൻ തോന്നും. മഴയിൽ നനഞ്ഞുകൊണ്ട് അവനൊരു കിസ് ചോദിച്ചത് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ സ്വരം വീണ്ടും കാതിൽ അലയടിക്കുന്നത് അവൾ അറിഞ്ഞു. അവൾ അവൻ്റെ വരണ്ട ചുണ്ടിലേക്ക് നോക്കി. സ്നേഹത്തോടെ തൻ്റെ ചുണ്ടിനെ മതി വരുവോളം നുണഞ്ഞെടുത്തത് അവൾ ഓർത്തു. അറിയാതെ അവൾ മുഖം കുനിച്ച് അവൻ്റെ മൂക്കിൻ തുമ്പിൽ ഉമ്മ വച്ചു. അവൻ ഒന്ന് കുറുകി. അവൾ പുഞ്ചിരിച്ചു. ഈ മരുന്ന് മാത്രം മതി എൻ്റിച്ചൻ്റെ പനിയൊക്കെ പറക്കാൻ. അവൾ അവൻ്റെ ചുണ്ടിലേക്ക് നോക്കി. വേണോ? വേണ്ട. അവളുടെ മനസ്സ് അവരുടെ പ്രണയകാലം തേടിപ്പോയി. അവളുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമറഞ്ഞു. അറിയാതെ അവളുടെ കൈകൾ അവൻ്റെ മുഖത്ത് തഴുകി. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ശരീരം വെട്ടിവിറയ്ക്കാൻ തുടങ്ങി. അവൾ ചിന്തയിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. അയ്യോ, ഇതെന്താ പെട്ടെന്ന്? അവൾ അവനെ തൊട്ടുനോക്കി. തണുത്തു മരവിച്ചവൻ്റെ ശരീരം തൊട്ടറിഞ്ഞതും അവൾ ഒട്ടും ആലോചിക്കാതെ അവനൊപ്പം ബെഡിലേക്ക് കയറി അവനോട് ചേർന്ന് കിടന്നു. അവൻ്റെ ശരീരം തുള്ളി വിറയ്ക്കുമ്പോൾ അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പൂച്ചക്കുഞ്ഞിനെ പോൽ അവൻ അവളുടെ ചൂടിൽ ചേരുമ്പോൾ അവൾക്ക് അവനോട് ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. പകരം ഉണ്ടായിരുന്നത് ഹൃദയം നിറയെ പ്രണയമായിരുന്നു. പ്രണയം. ഹലോ, ഞാൻ പാർക്കിലെത്തി. താനെവിടാ? ഞാൻ വന്നോണ്ടിരിക്കുവാ, ഇപ്പം എത്തും. ആരാടാ ജെറി? ഒരു കിളിനാദമാണല്ലോ മറുപുറത്ത്. ഓ, അപ്പോഴേക്കും അതും പിടിച്ചെടുത്തോ? വല്ലാത്തൊരു കേൾവി തന്നെ. നീ കാര്യം പറയട ചെക്ക, ആരെ കാണാനാണ് ഈ പോക്ക്? എൻ്റെ വല്യപ്പച്ച, ഇനി അങ്ങോട്ട് 5 മിനിറ്റ് തികച്ചില്ല. നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാ പോരെ. എന്തിനാ ഈ വെപ്രാളം? എന്നെയും കൂടെ നീ കൂടെ കൂട്ടിയതാ എനിക്ക് മനസ്സിലാകാത്തത്. നീ മാത്രം പോവുക എന്നല്ലേ ആദ്യം പറഞ്ഞത്? ആ, അത് ശരിയാ. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ വല്യപ്പച്ചൻ കൂടെ ഉള്ളതാ ഒന്നുകൂടി നല്ലതെന്ന് തോന്നി. വല്യപ്പച്ചനാകുമ്പോൾ അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. എനിക്ക് എൻ്റെ വല്യപ്പച്ചനെ വലിയ മതിപ്പാ. റയർ പീസല്ലേ. ഡാ, കൂടുതൽ ഊഞ്ഞാലാട്ടല്ലേ. വല്ല വള്ളിക്കേസുമാണേ നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. എൻ്റെ വല്യപ്പച്ച, ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടുന്നൊന്ന് തന്നെയാ. അല്ലാതെ വെറുതെ ഒന്നിനും ഞാൻ മുതിരില്ലെന്ന് വല്യപ്പച്ചൻ അറിയില്ലേ? പാർക്കിൽ വണ്ടി ഒതുക്കി അവൻ ചുറ്റും നോക്കി. വാഗമരച്ചോട്ടിൽ വുഡൻ ബെഞ്ചിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടതും ജെറി ഒന്ന് ദീർഘശ്വാസം എടുത്തു. വല്യപ്പച്ച, ഇറങ്ങിക്കോ. ദോ, ആള് നമുക്കായി വെയിറ്റിംഗ് ആണ്. ആരാടാ? അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ അയാളുടെ കണ്ണ് ചുരുങ്ങി. എടാ, ഇത്? അതേ വല്യപ്പച്ച, അലോണ. ഇവിടെയാണ് ആദ്യ പടി. ഞാൻ വിളിച്ചു വരുത്തിയതാ. നന്നായി, നീ വാടാ. ആ പെങ്കൊച്ചിനോട് കാര്യങ്ങളൊക്കെ പറയാം. അവൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. എന്നതൊക്കെ ആയാലും ഒരു പെങ്കൊച്ച് തന്നെയല്ലേ. അവർ അവളുടെ അടുത്തേക്ക് നടന്നു. അവരെ കണ്ട് അവൾ എണീറ്റ് സംശയത്തിൽ നോക്കി.
സംശയിക്കണ്ട, ഞാൻ തന്നെയാണ് ജെറി. ഇത് എൻ്റെ വല്യപ്പച്ചൻ. തനിക്ക് കൂടുതൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം പറയാം. ഇത് ഇഷാൻ ശ്യാം ജേക്കബിൻ്റെ വല്യപ്പച്ചൻ, ഞാൻ സഹോദരൻ. അവളുടെ മുഖം വിടർന്നു. അത് അന്ന് വീട്ടിൽ വന്നപ്പോൾ വല്യപ്പച്ചൻ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാ എനിക്ക് മനസ്സിലാകാത്തത്. അത് സാരമില്ല, ഇപ്പം മനസ്സിലായല്ലോ, അത് മതി. എന്താ ഇപ്പം എന്നെ കാണാൻ മാത്രം? ജെറി വിളിച്ചിട്ട് ഒന്ന് കാണണം എന്ന് മാത്രം പറഞ്ഞു. ആളെ അറിയില്ലെങ്കിലും സീരിയസ് മാറ്ററാണെന്ന് തോന്നി, അതാണ് വന്നതും. മാറ്റർ സീരിയസ് തന്നെ, പക്ഷേ അതിവൻ ഒറ്റയ്ക്ക് വന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അതാ ഞാനും ഒപ്പം വന്നത്. അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു. മോളിരിക്കെ, ഞാൻ വളച്ചു കെട്ടാതെ കാര്യം പറയാം. അവൾ ഏറുന്ന നെഞ്ചിടിപ്പോടെ ഇരുന്നു. ഏതാണ്ടൊരു സൂചന അവളുടെ ഉള്ളിൽ തോന്നി. എന്നാലും അയാൾ പറയുന്നത് കേൾക്കാൻ കാതോർത്തു. മോളെ, നീ എൻ്റെ കൊച്ചുമോനുമൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ടിരിക്കുന്ന സമയമാണിതെന്ന് വല്യപ്പച്ചൻ അറിയാം. പക്ഷെ കൊച്ചേ, അത് വേണ്ട എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. അവളുടെ മുഖത്തെ ഞെട്ടൽ അയാൾ വ്യക്തമായി കണ്ടു. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് നിങ്ങളുടെ കുടുംബം, കൊച്ചിൻ്റെ അമ്മയുടെ പെരുമാറ്റം ഒട്ടും ഇഷ്ടമായില്ല. അവളുടെ മുഖം അടിയേറ്റതുപോലെയായി. നിനക്ക് കുഴപ്പമൊന്നും കാണില്ല, പക്ഷേ അത് പോരല്ലോ. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് ഒരു മിന്നുകെട്ടിലൂടെ സംഭവിക്കുന്നത്. അയാളുടെ വാക്കുകൾ കേട്ട് ജെറി വാ പൊളിച്ചുപോയി. വല്യപ്പച്ചനിത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഇതൊന്നും അല്ലല്ലോ സത്യം. എന്നാലും അവൻ ഇടയിൽ കയറാതെ മിണ്ടാതെ നിന്നു. കൊച്ചേ, എൻ്റെ കുടുംബം ഒരു ദേവാലയമാണ്. നിന്റെ അമ്മച്ചിയെ പോലുള്ളവർ അവിടെ കയറിയ സ്വസ്ഥത നശിക്കും. ഞാൻ തുറന്നു പറയുന്നുണ്ട്, കൊച്ചിനൊന്നും തോന്നരുത്. സണ്ണിച്ചനാള് പാവുക, പക്ഷേ ആട്ടിൻകൂട്ടത്തിൽ ഒരു ചെന്നായ പോരെ. അതുകൊണ്ട് കൊച്ചിത് മറന്നേക്ക്. പാടാ ജെറി. അവളുടെ മറുപടി കാക്കാതെ അയാൾ അവൻ്റെ കയ്യും പിടിച്ച് നടന്നു. ബുള്ളറ്റിൽ കയറിയതും ജെറി, വല്യപ്പച്ചൻ എന്തോ പണിയാ കാണിച്ചേ. നമ്മൾ വന്നത് ആ കൊച്ചിനോട് സത്യം പറയാനല്ലേ? എന്നിട്ട് വല്യപ്പച്ചൻ പറഞ്ഞതെന്താ? കഷ്ടമായിപ്പോയി കേട്ടോ. അതിൻ്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. എടാ കഴുതേ, ഇതാ ഞാൻ നിന്നെ മരക്കഴുതേന്ന് വിളിക്കുന്നത്. നീ ഒറ്റയ്ക്ക് വന്ന സുഖമായേനെ. നിനക്കെന്നെ കൂട്ടാൻ തോന്നിയതേ കർത്താവായിട്ട് തോന്നിപ്പിച്ചതാ. അല്ലേ നീ എൻ്റെ കൊച്ചിന് ശവക്കുഴി തോണ്ടിയനെ. ജെറി പെട്ടെന്ന് വണ്ടി നിർത്തി. എന്താ വല്യപ്പച്ച? മോനെ ജെറി, ഇതിൽ നിനക്കോ ജാൻവിക്കോ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടിക്കുഴഞ്ഞു കിടപ്പുണ്ട്. സമയമാകുമ്പോൾ ഒക്കെ പറയാമെന്ന് കരുതിയിരിക്കുമായിരുന്നു ഞാൻ. ഇപ്പോൾ നീ ഇതറിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ കൊച്ചിനെ ആവശ്യം ഇപ്പോൾ റീത്തയുടെ ആങ്ങളയ്ക്കാ. കാരണം എന്താന്ന് വെച്ചാ, റോയൽ ഗ്രൂപ്പിൻ്റെ കോടിക്കണക്കിന് സ്വത്തിന് ഒരേയൊരു അവകാശി അവളാ, ജാൻവി. വല്യപ്പച്ച? അതേടാ ജെറി, അത് അവൾക്ക് പോലും അറിയില്ല. പിന്നെ വല്യപ്പച്ചൻ ഇതെങ്ങനെ അറിഞ്ഞു? അത് പറ വല്യപ്പച്ച, ഇതൊക്കെ വല്യപ്പച്ചൻ എങ്ങനെ അറിയാം? അറിയാം, എല്ലാം അറിയാം. എങ്ങനെ എന്നുള്ളതിനുത്തരം ഞാൻ അവൾക്കും നിനക്കും ഒന്നിച്ചു തരാം, ഇന്ന് തന്നെ. അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. ജെറി ബുള്ളറ്റ് എടുത്തു. അവൻ്റെ ഉള്ളിൽ 100 ചോദ്യങ്ങൾ ഉയർന്നു വന്നു. എന്തായാലും എല്ലാം ഇന്നറിയാലോ. അവർ ചെല്ലുമ്പോൾ ജാൻവി
താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതാണ് കണ്ടത്. ജാൻ ഇതുവരെ മുകളിൽ തന്നെ ആയിരുന്നോ? ജെറി ഓർത്തു. മോളെ, വൈകുന്നേരം നമുക്കൊന്നിച്ച് ഒരിടം വരെ പോണം. നിന്റെ കൂട്ടുകാരി എപ്പോഴാ വരുന്നേ? അവൾ നാളെ വൈകുന്നേരമേ എത്തുള്ളൂ വല്യപ്പച്ച. നമുക്കപ്പോഴത്തേക്ക് പോകാം. ശരി, എന്നാ 3 മണിക്ക് റെഡിയാകണം. ലേറ്റാകരുത്. അവൻ എങ്ങനുണ്ട്? മയക്കം തെളിഞ്ഞിട്ടില്ല, പക്ഷേ ചൂട് വിട്ടു. ഞരക്കവും കിടുങ്ങലും മാറിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം അവൻ എണീറ്റോളും. അപ്പോഴേക്ക് നമുക്ക് പോണം. നമ്മൾ പോകുന്നത് തൽക്കാലം ആരും അറിയണ്ട, പ്രത്യേകിച്ച് ഇഷാൻ. അയാൾ ഉറപ്പോടെ പറഞ്ഞതും ജാൻവിക്ക് എന്തോ പന്തികേട് തോന്നി. അവൾ ജെറിയെ നോക്കി പുരിക ഉയർത്തി. അവൻ ചുമൽ കൂച്ചി അറിയില്ല എന്ന് കാട്ടി. അയാൾ നേരെ കിച്ചണിലേക്ക് നടന്നു. കിളിമീൻ വൃത്തിയാക്കുന്ന റാഹിൽ. കൊച്ചേ. അപ്പച്ച, എന്തേലും വേണോ അപ്പച്ചന്? വേണ്ട കൊച്ചേ, ഞാൻ ആ സണ്ണിച്ചൻ്റെ മോളെ കണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ കണ്ണുകൾ ചുരുങ്ങി. ഈ ബന്ധം നടക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. അത് നന്നായി അപ്പച്ച. ജാനിമോളോട് അവൻ കാണിച്ച നിറയേട് മറന്ന് ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അത് ശരിയല്ല. എനിക്ക് എൻ്റെ ജാനിമോളെ മതിയപ്പച്ച. അതിന് അവൻ ഇഷ്ടമല്ലെങ്കിൽ പോലും. അവൻ അവളെ ഇഷ്ടോ കൊച്ചേ, പക്ഷേ അവൾക്കത് വിശ്വാസം വരുന്നില്ല. അതിനെ കുറ്റം പറയാൻ പറ്റുമോ? അമ്മ അതിരി പോകൃത്തരല്ലേ അവൻ അവളോട് ചെയ്തത്. ഈ വിശ്വാസം പോയാൽ പിന്നെ തിരികെ വരാൻ കുറച്ച് പാടാണെന്ന് ആരോ പറയാറില്ലേ? അതാ ഇവിടെ സംഭവിച്ചത്. അവൾക്കവനെ ഇപ്പോഴും ജീവനാ. പക്ഷേ സ്നേഹം കൊണ്ട് ചതിച്ച നമ്മുടെ മോനെ അവൾക്ക് വിശ്വസിക്കാനാ പ്രയാസം. 2 പേരുടെയും കെട്ടി നടത്തി കഴിഞ്ഞ് പരസ്പരം മനസ്സിലാക്കി പ്രണയിക്കട്ടെ. അതല്ലേ ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയൂ. അപ്പച്ച, ജാനിമോളുടെ കാര്യം അതിനോട് പറഞ്ഞോ? ഒരൽപ്പം ഭയത്തോടെ അവർ ചോദിച്ചു. ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കോ കൊച്ചേ? ഞാൻ അവളുടെ തള്ളയുടെ മണ്ടയിൽ വെച്ചു കൊടുത്തു. അല്ല പിന്നെ. അല്ലെങ്കിൽ ആ തള്ളയും മോളും നമ്മുടെ കൊച്ചിനെ വച്ചേക്കോ? ഒന്നാമതെന്ന് ശത്രുക്കളുടെ എണ്ണം കൂടുക. റാഹിൽ തലയാട്ടി. നീ അവനോട് വിളിച്ചു പറഞ്ഞേക്ക്. ഇനി അവൻ ഇതിൻ്റെ പേരിൽ തല പുകയ്ക്കണ്ട. പിന്നെ പള്ളിയിലെ കാര്യമല്ലേ, ഞാൻ അച്ഛനെ കണ്ട് സംസാരിച്ചോളാം. അവനോട് ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞേക്കേട്ടോ. അയാൾ പുറത്തേക്കിറങ്ങി. അവർ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ടു. ജെറി റൂമിൽ ചെല്ലുമ്പോൾ ഇഷാൻ നല്ല ഉറക്കം. അവനെ തൊട്ടു നോക്കിയ ജെറിക്ക് ആശ്വാസം. പനിയൊക്കെ വിട്ടിട്ടുണ്ട്. കൊച്ചു കള്ളൻ. എടാ, നീ അറിയുന്നുണ്ടോ നിന്റെ പ്രണയിനി നിനക്ക് കാവൽമാലാഖയായത്? എവിടെ? ഒടുക്ക തുറക്കമല്ലേ? ജെറി അവന്റെ തലയിൽ തഴുകി. അതെ, അലോണ. ആരുടെയോ ശബ്ദം. ചുവന്ന് വലിഞ്ഞു മുറുകിയ മുഖമുയർത്തി അവൾ നോക്കി. മുന്നിൽ ഒരാൾ. കയ്യിലൊക്കെ വച്ചുകെട്ട്, മുഖത്ത് അങ്ങിങ്ങായി ഒട്ടിപ്പ്. ആരാ? ഞാൻ രുദ്രൻ, രുദ്രദേവ്. അതിന് ഞാൻ എന്ത് വേണം? അവൾ ദേഷ്യത്തോടെ മുരണ്ടു. അയ്യോ, ഇയാളൊന്നും വേണ്ട. ഒക്കെ ഞാൻ ചെയ്തോളാം. ലാഭം സമാസമം. താൻ ആരാ? താനിത് എന്തൊക്കെയാ പറയുന്നേ? അവനൊന്ന് ചിരിച്ചു. ഇപ്പോ ഇവിടുന്ന് പോയ കിളവന്റെ കൊച്ചുമോൻ ഇഷാൻ ശ്യാം ജേക്കബ്. അവൻ വച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പെണ്ണിനെയാ. അലോണ ചാടി എണീറ്റു. ആരാ? ആ ജാൻവിയോ? അതെ, അവൾ അവിടെ ഉള്ളതാ നിന്റെ വീഴ്ചയ്ക്ക് കാരണം. നീ മോഹിച്ചവന് എൻ്റെ പെണ്ണിനെ മതി. അല്ലാതെ നിന്റെ തള്ളയുടെ കുഴപ്പം കൊണ്ടല്ല കെട്ട് വേണ്ടാന്ന് വെച്ചത്. അത് ആ കിളവന്റെ കാഞ്ഞ ബുദ്ധി.
ആരും അവളുടെ അടുത്ത് എത്താതിരിക്കാൻ. പക്ഷേ എനിക്കവളെ വേണം. അതെ, പൊന്മുട്ടയിടുന്ന താറാവ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ ഞാൻ വഴിയേ പറയാം. താൻ എൻ്റെ കൂടെ കൂടിയാ തനിക്ക് ലാഭമേ ഉണ്ടാകൂ. താൻ ആഗ്രഹിച്ചവനെ ഞാൻ തനിക്ക് നേടിത്തരും, ഉറപ്പ്. നിനക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന അവളെ, ജാൻവിയെ, ഞാൻ കൊണ്ടുപോകും. പിന്നെ നിന്റെ റൂട്ട് ക്ലിയർ അല്ലേ? അവളുടെ കണ്ണുകൾ തിളങ്ങി. ഡീൽ. അവൻ കൈനീട്ടി. അവൾ അവൻ്റെ കൈയിലേക്ക് കൈ ചേർത്തു. അവളുടെ കണ്ണുകൾ ചുവന്ന് കയറി. അത് കണ്ടതും അവൻ്റെ കണ്ണുകളിലും ചുവപ്പ് രാശി പടർന്നു. എടോ കിളവാ, ഞാൻ വരുന്നുണ്ട് നിനക്ക് സമാധി കെട്ടാൻ. ഇഷാന് കഞ്ഞി കോരി കൊടുക്കുകയാണ് ജെറി. അവൻ്റെ മുഖത്ത് വല്ലാത്ത വിഷമം. എന്താടാ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലടാ, എനിക്ക് മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇന്നലെ പെരുമഴ നനഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു ഇതുപോലെ വയ്യാതാകുമെന്ന്. എടാ ചെറി, എന്നാലും ജാനു, അവൾ എൻ്റെ അടുത്തേക്കൊന്നും വന്നതുപോലും ഇല്ലല്ലോ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആഹാ, അതായിരുന്നോ പ്രശ്നം? എന്നാ നീ കേട്ടോ ശ്യാമു, ജാനായിരുന്നു നിന്നെ പരിപാലിച്ചത് മുഴുവൻ. ഹേ? ഞെട്ടലുടവൻ ജെറിയെ നോക്കി. അതേടാ, ഞാൻ പറഞ്ഞ സത്യമാ. നിനക്ക് വയ്യാണ്ടായി കിടക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വെപ്രാളായിരുന്നു. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വല്യപ്പച്ചനോട് പറയുക പോലും ചെയ്തു. സത്യമാണോടാ? അവൻ്റെ മുഖം വിടർന്നു. അല്ല, കള്ളം. ജെറി മുഖം വീർപ്പിച്ചു. ഡാടാ പറയടാ, എന്നിട്ടെന്താ? നിനക്ക് ചുക്ക് കാപ്പി തന്നതും കൂടെ ഇരുന്നതും അവളാ. അതിനുള്ള സാഹചര്യം ഒരുക്കി ഞാനും വല്യപ്പച്ചനും മുങ്ങി. കൊച്ചാമ്മയ്ക്ക് പിന്നെ വയ്യല്ലോ എപ്പോഴും സ്റ്റെപ്പ് കയറാൻ. അതുകൊണ്ട് ജാൻ തന്നെ നിന്റെ അടുത്തിരുന്നു. ഞങ്ങൾ തിരികെ വരുമ്പോഴാ അവൾ ഇറങ്ങി വരുന്നത് കണ്ടത്. അയ്യോ, ശരിക്കും വിശ്വസിക്കാൻ പോലും വയ്യടാ ജെറി. എൻ്റെ ജാനു എൻ്റെ അടുത്ത്. അയ്യോ, എനിക്ക് വയ്യ. ഈ പനി മാറണ്ടായിരുന്നു. കുറെ കൂടി കൂടാൻ എന്താ ഒരു വഴി? ദേ, ഒരെണ്ണം ഞാൻ വെച്ച് തരും. നിന്റെ കിടപ്പ് കണ്ട് എൻ്റെ ജീവൻ അങ്ങ് പോയി. തീ പോലെ പൊള്ളുമായിരുന്നു. ബോധവും ഇല്ല, ഞരക്കവും മൂളലും കിടുങ്ങലും. എൻ്റെ കർത്താവേ, അതൊന്ന് കാണേണ്ടതായിരുന്നു. ജാനു, അവള് കരഞ്ഞോടാ? കരയാതെ പിടിച്ചു നിന്നു എന്നാ എനിക്ക് തോന്നിയത്. നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. എന്താടാ? ആ പെണ്ണില്ലേ അല്ലു, അവള്, ഞാൻ അവളെ ഇപ്പൊ കണ്ടിരുന്നു. എന്നിട്ടെന്താ? ഈ ബന്ധം നടക്കില്ലെന്ന് പറഞ്ഞു. ഹേ, നീയോ? ശരിക്കും? ഞാനല്ല, വല്യപ്പച്ചൻ. അത് പറ. അല്ലാതെ എൻ്റെ ജെറി, നിന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് എനിക്കറിയില്ലേ. ഓക്കെ. ആരായാലും നിന്റെ കാര്യം സാധിച്ചാൽ പോരെ? അത് നടന്നിട്ടുണ്ട്. എടാ, അത് മാത്രം പോരല്ലോ. എടാ ശ്യാമു, നീ വിഷമിക്കാതെ. ഒരാഴ്ചയല്ലേ നീ എനിക്ക് തന്ന സമയം. ഇന്ന് ഒരു ദിവസം ആയതല്ലേ ഉള്ളൂ. നീ ഒന്ന് സമാധാനപ്പെടാ, ഒക്കെ സെറ്റാക്കാം. എടാ, എനിക്ക് ജാനുവിനെ ഒന്ന് കാണണം. അതൊക്കെ കാണാം. ഇപ്പോ നീ ഈ ടാബ്ലറ്റ് കഴിച്ച് സുഖമായി ഒന്ന് ഉറങ്ങി എണീക്ക്. അപ്പോഴേക്ക് നീ ഉഷാറാകും. പിന്നെ ജാനുവിനെ കാണുകയോ ഊറ്റുകയോ ഉമ്മിക്കുകയോ ഒക്കെ ചെയ്തോ? ഇഷാൻ വിടർന്ന് ചിരിച്ചു. അയ്യടാ, ചിരി കണ്ടില്ലേ, തെമ്മാടി. ജെറി ചിരിയോടെ എണീറ്റ് പുറത്തേക്ക് പോയി. ജാനു, അപ്പോ എന്നോട് ദേഷ്യമൊന്നുമില്ല, ഒക്കെ വെറുതെ കാണിക്കുന്നതാ അല്ലേ?
സോറി മോളെ, എല്ലാറ്റിനും. നീ എന്നിലേക്ക് വരുമ്പോൾ ചെയ്തു പോയ തെറ്റിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട് ഞാൻ. നിന്നെ പ്രണയം കൊണ്ട് പൊതിയാൻ കാത്തിരിക്കുവാ ഞാൻ. ജാനു. അവൻ മെല്ലെ കണ്ണുകൾ അടച്ചു. അവൻ്റെ ഉള്ളിൽ അവൾ നിറഞ്ഞു നിന്നു. അവൻ്റെ ചുടിയിൽ പുഞ്ചിരി വിരിഞ്ഞു. പനിയുടെ ആലസ്യത്തിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മുറ്റത്ത് കിടക്കുന്ന ബ്ലാക്ക് റേഞ്ച് റോവർ നോക്കി അമ്പരന്ന് നിൽക്കുകയാണ് ജാൻവി. മോളെ, നീ കയറ്, നമുക്ക് പോണ്ടേ. വല്യപ്പച്ച, ഇത് ആരുടെ വണ്ടിയാ? ആ, കൊള്ളാം. എൻ്റെ ജാൻ, ഇത് ഈ വല്യപ്പച്ചൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാ. അതേടോ, താൻ കയറ്. വല്യപ്പച്ചനെ ബുള്ളറ്റ്, കാറ്, ഓൾഡ് അംബാസിഡർ എന്നിങ്ങനെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. അത് ഫുൾ ഗ്യാരേജിലാ. അത്യാവശ്യം വരുമ്പോൾ ഇങ്ങോട്ടെത്തിക്കും, അത്ര തന്നെ. വണ്ടി വല്യപ്പച്ചൻ്റെ ക്രൈസാ. വല്യപ്പച്ച, ഇതൊക്കെ ജാനോട് പറയാത്ത എന്താ? ഓ പിന്നെ, അതൊക്കെ അല്പത്തരം അല്ലയോടാ. പൊങ്ങച്ചൻ പറയാതെ കേറടാ അങ്ങോട്ട്, സമയം പോന്നു. മോളെ, നീ പിന്നിലിരുന്നോ, ഗ്ലാസും പിടിച്ചിട്ടോ. അവൾ തലകുലുക്കി. ജെറി മുന്നിൽ കയറി. ജോർജ് വണ്ടിയെടുത്തു. വല്യപ്പച്ച, നമ്മൾ എങ്ങോട്ടാ പോണേ? നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ. അതാരാ? ഇനി അപ്പേട്ടനാണോ ഈശോയെ? അവൾ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. നിരത്തിലൂടെ കാർ ചീറിപ്പായുമ്പോൾ അവളുടെ ഉള്ളം ആവേശം കൊണ്ട് കുതിക്കുകയാണ്. പടക്കുതിരയെ പോലെ ജോർജ് ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്തേ. തുടരും. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഹൈപ്പ്.